എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 18 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഗ്യാസ് സിലിണ്ടർ KYC ചെയ്യുന്നതിന് വേണ്ടി അവസാന തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇനി ചെയ്യാൻ കഴിയുമോ? ഗ്യാസ് സിലിണ്ടറുകൾ എന്നാണ് റദ്ദാവുക? ഗ്യാസ് കണക്ഷൻ റദ്ദാകുമോ? എന്ന് റദ്ദാകും എന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ട്. 2023 മുതൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവരോടെല്ലാം KYC ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും ഗ്യാസ് ഏജൻസികളും പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു അവസാന തീയതിയോ നിർബന്ധിത അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും KYC നടപടി പൂർത്തീകരിക്കണം എന്ന് മാത്രമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിരവധി ആളുകൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇവരെ ആവശ്യപ്പെടുകയും കഴിഞ്ഞ ജൂലൈ 31 ഒരു അവസാന തീയതി പറയുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 16 എന്നൊരു അവസാന തീയതി കൂടി പറഞ്ഞ് ആ ഒരു തീയതിയും അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഏജൻസികളിലെത്തിയും അല്ലാതെയും KYC നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലും ഇനി KYC ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ, ഗാർഹിക വാതകം വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ, ഗാർഹിക കണക്ഷൻ ഉള്ളവർ ആരെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പാണ് പട്ടികയിൽ നിന്ന് പുറത്താകും എന്നുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ടീച്ചർമാരുടെയോ അല്ലെങ്കിൽ ഹെൽപ്പർമാരുടെയോ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത്. അവരുടെ നമ്പർ നൽകിക്കൊണ്ടാണ് ഗ്യാസ് റീഫില്ല് ചെയ്യാറുള്ളത്. സർക്കാർ ഫണ്ട് നൽകിയിട്ട് തന്നെയാണ്. പക്ഷേ അവർ KYC എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധിയാണുള്ളത്. അവർക്കും വീട്ടിൽ കണക്ഷൻ ഉണ്ട്. സംസ്ഥാനത്തെ നിരവധി അംഗനവാടിയിലാണ് ഇത്തരം പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നിർബന്ധമാണ് എന്നുള്ളത്. കൃഷിയുടെ അറിയിപ്പുകളിൽ പറയുന്നത് വ്യാജ കണക്ഷൻ തടയുക, സബ്സിഡി കൃത്യമായി ലഭ്യമാക്കുക. സബ്സിഡി കൃത്യമായിട്ട് ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സബ്സിഡി ഉണ്ടോ, ഇപ്പൊ നിലവിൽ ഉണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കും. അപ്പോൾ സബ്സിഡി ഉള്ളവർക്ക് അത് കൃത്യമായിട്ട് ലഭ്യമാക്കുക. യോജനയുള്ളവർക്ക് നിലവിൽ സബ്സിഡി ഉണ്ട്, വർഷത്തിൽ 4 സിലിണ്ടറിന്. കണക്ഷൻ ഉള്ള ഉപഭോക്താവിനെ ഉറപ്പാക്കുക. ഈ ആരുടെ പേരിലാണോ കണക്ഷൻ അയാൾക്ക് തന്നെയാണ് ഈ സിലിണ്ടർ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഗാർഹിക ആവശ്യത്തിനുള്ള LPGയുടെ ദുരുപയോഗം തടയുക. അതായത് ഹോട്ടലുകളിലും മറ്റുമൊക്കെ ഗാർഹിക സിലിണ്ടറുകൾ അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ട്. അത് നിരവധി സ്ഥലങ്ങളിൽ നിന്നും പല സമയങ്ങളിലായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വ്യാജ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഏജൻസികളും കേന്ദ്ര സർക്കാരും പറയുന്നത്. സംസ്ഥാനത്ത് രാജ്യത്താകെ 30% കണക്ഷനുകൾ വ്യാജമാണ് അല്ലെങ്കിൽ അനധികൃതമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു KYC ചെയ്യാത്തവരെ ആ ഒരു 30% ഗണത്തിൽ കൂട്ടുകയും അവരെ ഈ ഒരു പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. കണക്ഷൻ റദ്ദാവുകയും ചെയ്യും. പിന്നീട് ബുക്ക് ചെയ്യാനോ റീഫില്ല് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു സംസ്ഥാന ഭക്ഷ്യമന്ത്രി ഗ്യാസ് കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ബുക്കിംഗ് കാലാവധി ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോൾ പാചകവാതകം ബുക്ക് ചെയ്യുന്നതിന് നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവുമാണ്. അതായത് ഏജൻസി നിൽക്കുന്നത് പഞ്ചായത്തിലാണ് എങ്കിൽ അവിടെ 40 ദിവസവും, ഏജൻസി നിൽക്കുന്നത് നഗരപ്രദേശങ്ങളിൽ അതായത് നഗരസഭയിലാണ് എങ്കിൽ അവിടെ 25 ദിവസത്തിലൊരിക്കലുമാണ് ബുക്ക് ചെയ്യാനും സിലിണ്ടർ മാറ്റി വാങ്ങാനും സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ KYCയുടെ കാര്യം മറക്കേണ്ട. KYC നിർബന്ധം തന്നെയാണ്. അത് ചെയ്യാത്തവർ 2023 ശേഷം 2023 ഇത് പറഞ്ഞ സമയത്ത് ഒരു തവണയെങ്കിലും ചെയ്തിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ടതില്ല. അല്ലാത്തവർ നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഉജ്ജ്വൽ യോജന സബ്സിഡി കണക്ഷൻ ഉള്ളവർ എല്ലാ വർഷവും നിർബന്ധമായിട്ട് ചെയ്യണം. ഇല്ല എങ്കിൽ സബ്സിഡി അവർക്ക് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഓണക്കാലത്തെ ചെലവുകൾക്കായി 2220 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവകൾക്കായി 10,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള കടമെടുപ്പ് എന്നുള്ളതാണ് വിവരം. ക്ഷേമ പെൻഷൻ നാളെ പ്രഖ്യാപിക്കാനും മറ്റന്നാൾ വിതരണം തുടങ്ങാനുമാണ് സാധ്യത. ഇതോടെ UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം കടമെടുപ്പ് 14,400 കോടി രൂപയായി ഉയരും. സർക്കാരിന് ഏപ്രിൽ മാസം മുതൽ ഡിസംബർ മാസം വരെ 23,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. കടപ്പത്ര നിലയിലും നാളെ 18 തീയതി ചൊവ്വാഴ്ച മുംബൈയിലെ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇകുബേർ സംവിധാനത്തിലൂടെ നടക്കും. 4,500 രൂപയാണ് ഇത്തവണ സർക്കാർ ജീവനക്കാരുടെ ഓണം ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
ഓണം ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവത്തെയായി 3000 രൂപ ലഭിക്കും. ഇതിനു പുറമെ 20,000 രൂപ ഓണം അഡ്വാൻസ് ആയും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കും. ഇതിനാണ് കൂടുതൽ തുക കണ്ടെത്തേണ്ടതുള്ളത്. ഈ തുക 5 മാസം കൊണ്ട് ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയാണ് പിന്നീട് ചെയ്യുക. ഈ മാസം 17 മുതൽ ഇതെല്ലാം സർക്കാർ ജീവനക്കാർക്ക് എടുത്തു തുടങ്ങാവുന്നതാണ്. ക്ഷേമ പെൻഷൻ 1 മാസത്തേതാണോ 2 മാസത്തേതാണോ എന്നുള്ളത് നാളെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. 1 മാസത്തേതാണ് എങ്കിൽ അതായിരിക്കും നല്ലത്. എന്നാൽ അടുത്ത മാസം കൂടി പെൻഷൻ ലഭിക്കും. 2 മാസത്തേത് വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഈ 4000 രൂപ ഇപ്പോൾ ലഭിച്ചാൽ അടുത്ത മാസം പിന്നീട് പെൻഷൻ ലഭിക്കില്ല. 2000 ആയാലും 4000 ആയാലും വിതരണം 25-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കും. ബാങ്കിൽ വിതരണം ചെയ്യുന്ന തൊട്ടടുത്ത ദിവസം തന്നെ വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിക്കും. ട്രഷറി മുഖാന്തരം തുക കൈമാറുകയും ലിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ വീടുകളിലും പെൻഷൻ വിതരണം ആരംഭിക്കും. പക്ഷേ പെരുന്നാളിന് ഉണ്ടായ പോലെ ഒരു പാര സർവീസ് സഹകരണ സംഘങ്ങളിൽ നിന്ന് സർക്കാരിന് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പെരുന്നാൾ വന്നത്. ആ ഒരു സമയത്ത് തുക ലഭ്യമാക്കിയിട്ടും വിതരണക്കാർ കയ്യിൽ വെച്ച് പെൻഷൻ വിതരണം ചെയ്യാതിരുന്നത് വലിയ പ്രചരണ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്നു. അത് ഈ ഓണത്തിനും പ്രതീക്ഷിക്കാം. വിതരണക്കാരുടെ കയ്യിലേക്ക് പെൻഷൻ എത്തിയാൽ പോലും ഓണം കഴിഞ്ഞ് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും പോവാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് കയ്യിൽ പെൻഷൻ വിതരണം ഒഴിവാക്കി പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിനെ പ്രേരിപ്പിച്ച ഒരു കാരണവും ഇത് തന്നെയാണ്. പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യാത്തവർ വേഗം ചെയ്യാൻ ശ്രദ്ധിക്കുക. അഥവാ പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയവും സെപ്റ്റംബർ 30 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഇക്കാര്യം ചെയ്യുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ട് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാസം തന്നെ നൽകിയിട്ടുണ്ട് എങ്കിൽ ഓണ പെൻഷൻ ലഭിക്കും. ഈ മാസമാണ് നൽകിയത് എങ്കിൽ ഈ മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാത്തിരുന്ന് കാണാവുന്നതുമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.